കേരള രാഷ്ട്രീയത്തെ പിടിച്ചുകുലുക്കുന്ന രീതിയിൽ സംസ്ഥാന സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരെ അതീവ ഗുരുതരമായ ഡാറ്റ ചോർച്ച ആരോപണങ്ങളുമായി മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല രംഗത്തെത്തിയിരിക്കുകയാണ്. സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും മറ്റ് സേവനങ്ങളും കൈകാര്യം ചെയ്യുന്ന സ്പാർക്ക് പോർട്ടലിലെ അതീവ രഹസ്യ സ്വഭാവമുള്ള വ്യക്തിഗത വിവരങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ട് നിയമവിരുദ്ധമായി ചോർത്തിയെന്നാണ് ചെന്നിത്തലയുടെ പ്രധാന ആരോപണം. വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ട് ഉദ്യോഗസ്ഥരെ സ്വാധീനിക്കാനും അവരുടെ സ്വകാര്യതയിലേക്ക് കടന്നുകയറാനും സർക്കാർ സംവിധാനങ്ങളെ ദുരുപയോഗം ചെയ്തു എന്നാണ് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ തുറന്നടിച്ചത്. സംഭവത്തിൽ കേരള ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായ രൂക്ഷമായ പരാമർശങ്ങൾ സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടിയായി സേവനമനുഷ്ഠിക്കുന്ന സാംബശിവ റാവു ആണ് ഈ വിവരശേഖരണത്തിന് പിന്നിലെ പ്രധാന വ്യക്തിയെന്ന് ചെന്നിത്തല വെളിപ്പെടുത്തി. സർക്കാർ ജീവനക്കാരുടെ പേര്, ഫോൺ നമ്പർ, ഔദ്യോഗിക പദവി തുടങ്ങിയ വ്യക്തിപരമായ എല്ലാ വിവരങ്ങളും ആവശ്യപ്പെട്ടുകൊണ്ട് സ്പാർക്ക് അധികൃതർക്ക് കത്തയച്ചത് അദ്ദേഹമാണെന്ന് ചെന്നിത്തല ആരോപിച്ചു. മുഖ്യമന്ത്രിയുടെ നേരിട്ടുള്ള അറിവോ നിർദ്ദേശമോ ഇല്ലാതെ അദ്ദേഹത്തിന്റെ ഓഫീസിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ ഇത്തരമൊരു കത്ത് അയക്കില്ലെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കഴിഞ്ഞ ഡിസംബറിൽ അയച്ച ഈ കത്തിന്റെ അടിസ്ഥാനത്തിൽ വിവിധ വകുപ്പുകളിൽ നിന്നുള്ള ജീവനക്കാരുടെ ഡേറ്റ ശേഖരിക്കുകയും അത് സ്മാർട്ട് വഴി എക്സൽ ഷീറ്റുകളാക്കി മാറ്റുകയും ചെയ്തു. ഇത്തരത്തിൽ സമാഹരിച്ച വിവരങ്ങൾ ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെന്റിലെ സ്പെഷ്യൽ സെക്രട്ടറിക്ക് കൈമാറാനായിരുന്നു നിർദ്ദേശമെന്നതും ഇത് ഡേറ്റ ചോർച്ചയുടെ നഗ്നമായ ഉദാഹരണമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഫെബ്രുവരി 12-നകം ഈ വിവരങ്ങൾ കൈമാറണമെന്ന് നിർദ്ദേശിച്ചുകൊണ്ട് അതിവേഗത്തിലുള്ള നീക്കങ്ങളാണ് നടന്നത്. വ്യക്തിഗത വിവരങ്ങൾ സ്വകാര്യ ആവശ്യങ്ങൾക്കായി ശേഖരിക്കുകയാണെന്ന് കത്തിൽ വ്യക്തമായി പറയുന്നുണ്ടെന്നും ഇത് സുപ്രീം കോടതിയുടെ സ്വകാര്യത സംബന്ധിച്ച വിധിയുടെ ലംഘനമാണെന്നും ചെന്നിത്തല ആരോപിച്ചു. സർക്കാർ സേവനങ്ങളിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥരുടെ ഡേറ്റ അവരുടെ സമ്മതമില്ലാതെ രാഷ്ട്രീയ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നത് ജനാധിപത്യ വിരുദ്ധമാണ്. ഹൈക്കോടതി ജഡ്ജിമാർക്ക് വരെ ഇത്തരത്തിൽ മുഖ്യമന്ത്രിയുടെ സന്ദേശങ്ങൾ ലഭിച്ചുവെന്നത് കാര്യത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. ഈ കത്ത് രഹസ്യമായി വെച്ച് കോടതിയിൽ തെറ്റായ സത്യവാങ്മൂലം നൽകാൻ സർക്കാർ മുതിരുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞു. കോടതിയുടെ മേൽനോട്ടത്തിൽ ഈ വിഷയത്തിൽ അന്വേഷണം നടക്കണമെന്നും കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഈ വിവാദത്തിന് പിന്നാലെ വിഷയം ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് എത്തിയപ്പോൾ സർക്കാരിന് വലിയ തിരിച്ചടിയാണ് നേരിടേണ്ടി വന്നത്. കോൺഗ്രസ് അനുകൂല സംഘടനകളുടെ ഭാരവാഹികൾ നൽകിയ ഹർജി പരിഗണിച്ച ജസ്റ്റിസ് ബെച്ച് കുര്യൻ തോമസ് അധ്യക്ഷനായ ബെഞ്ച് സർക്കാരിനെതിരെ അതിശക്തമായ വിമർശനങ്ങളാണ് ഉന്നയിച്ചത്. ഉദ്യോഗസ്ഥരുടെ വ്യക്തിഗത വിവരങ്ങൾക്ക് എന്ത് സുരക്ഷയാണ് ഈ സംസ്ഥാനത്തുള്ളതെന്ന് കോടതി ആരാഞ്ഞു. സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഡാറ്റ ആർക്കും എപ്പോഴും ലഭ്യമാകുന്ന ഒന്നാണോ എന്നും ഇത്തരം വിവരങ്ങൾ ചോരുന്നത് സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമല്ലേ എന്നും കോടതി ചോദിച്ചു. വ്യക്തിഗത വിവരങ്ങൾ എങ്ങനെയാണ് പുറത്തുപോയതെന്ന് വിശദീകരിക്കാൻ സർക്കാരിനോട് കോടതി നിർദ്ദേശിച്ചു. സ്പാർക്ക് പോർട്ടലിലെ വിവരങ്ങൾ ദുരുപയോഗം ചെയ്തുവെന്ന് അതീവ ഗൗരവകരമായ കാര്യമാണെന്ന് കോടതി നിരീക്ഷിച്ചു. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇനി ഇത്തരം സന്ദേശങ്ങൾ അയക്കരുതെന്ന് കോടതി കർശനമായി വിലക്കി. വിവരങ്ങൾ ചോർന്നത് എവിടെ നിന്നാണെന്ന് വ്യക്തമാക്കാൻ വ്യാഴാഴ്ച തന്നെ വിശദീകരണം നൽകണമെന്നും കോടതി ആവശ്യപ്പെട്ടു. ഹൈക്കോടതിയുടെ ഈ ഇടപെടൽ സർക്കാരിന് വലിയ രാഷ്ട്രീയ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. സാധാരണക്കാരുടെ വിവരങ്ങൾ പോലും സുരക്ഷിതമല്ലാത്ത ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നതെന്ന ആശങ്ക പൊതുസമൂഹത്തിലും ഉടലെടുത്തിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്കായി സർക്കാർ സംവിധാനങ്ങളെയും ഉദ്യോഗസ്ഥരുടെ വിവരങ്ങളെയും ദുരുപയോഗം ചെയ്യുന്നത് രാഷ്ട്രീയ മര്യാദയ്ക്ക് നിരക്കാത്തതാണെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. വരും ദിവസങ്ങളിൽ ഈ ഡാറ്റ ചോർച്ച വിവാദം കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്കും നിയമ പോരാട്ടങ്ങൾക്കും വഴി തുറക്കുമെന്ന് ഉറപ്പായിരിക്കുകയാണ്. വിവരങ്ങൾ കൃത്യമായി കൈകാര്യം ചെയ്യേണ്ട ഉന്നത ഉദ്യോഗസ്ഥർ തന്നെ നിയമവിരുദ്ധമായ ഇത്തരം കാര്യങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നത് ഭരണ സംവിധാനത്തിലുള്ള വിശ്വാസം തകർക്കുമെന്നും വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു. ഈ വിഷയത്തിൽ സർക്കാർ നൽകുന്ന വിശദീകരണം എന്തായിരിക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കും കേസിന്റെ ഭാവി. എങ്കിലും കോടതിയുടെ പ്രാഥമിക നിരീക്ഷണങ്ങളും ചെന്നിത്തല പുറത്തുവിട്ട രേഖകളും സർക്കാരിനെ വരും ദിവസങ്ങളിൽ പ്രതിരോധത്തിലാക്കുമെന്നത് തീർച്ചയാണ്.